ഈ പട്ടാളക്കാരി പുതിയതായി ജോയിൻ ചെയ്യാൻ വന്ന ആൺകുട്ടികളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് ഒരു ഗ്രനേഡ് എറിയുന്നു. അത് ഒരുത്തന്റെ കയ്യിൽ പോയി വീഴുകയും അവൻ പേടിച്ചിട്ട് അത് വലിച്ച് ദൂരേക്ക് എറിയുന്നു. അത് അവിടെ കിടന്ന് പൊട്ടിത്തെറിക്കുന്നു. ആ പട്ടാളക്കാരി വീണ്ടും ഒരു ഗ്രനേഡ് എടുത്തിട്ട് പെൺകുട്ടികളുടെ അടുത്തേക്ക് എറിയുന്നു. അതൊരു പെൺകുട്ടിയുടെ കയ്യിലേക്ക് പോയി വീഴുകയും അത് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പേടിച്ച് നിൽക്കാനും തുടങ്ങി. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ധൈര്യമുള്ള ഒരു ആൺകുട്ടി പോയി ആ ഗ്രനേഡ് എടുത്ത് വലിച്ചെറിയാൻ തുടങ്ങി. അപ്പോൾ കൂട്ടത്തിൽ ഒരുത്തൻ വന്ന ആ ഗ്രനേഡ് തട്ടിപ്പറിക്കാൻ നോക്കി. പെൺകുട്ടികളെ താനാണ് രക്ഷിച്ചത് എന്ന് പറയിക്കാനും അവരുടെ മുന്നിൽ സ്റ്റാർ ആവാനും വേണ്ടി അവർ രണ്ടുപേരും അടികൂടാൻ തുടങ്ങി. ആ സമയത്ത് പെട്ടെന്ന് ആ ഗ്രനേഡ് താഴെ വീണുപോയി. ഇനി ആ ഗ്രനേഡ് പൊട്ടാൻ ഒരു സെക്കൻഡ് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ ഏറ്റവും ധൈര്യമുള്ള ഒരുത്തൻ ആ ഗ്രനേഡിന്റെ മുകളിലേക്ക് ചാടി വീണു. അത് കണ്ടതും ധൈര്യമുള്ള ബാക്കി എല്ലാവരും അതിന്റെ മുകളിലേക്ക് ചാടി വീണ് സ്വന്തം ജീവൻ കൊടുത്തും മറ്റുള്ളവരെ രക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷേ കൂട്ടത്തിലെ ധൈര്യമില്ലാത്തവരെല്ലാം അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. പക്ഷേ സമയം കഴിഞ്ഞിട്ടും ആ ഗ്രനേഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് വെറും ഒരു ടെസ്റ്റ് ആയിരുന്നു. ആർക്കാണ് ധൈര്യമുള്ളത് എന്നും ആരാണ് ജീവൻ കൊടുത്തും മറ്റുള്ളവരെ രക്ഷിക്കുക എന്നും തിരിച്ചറിയാൻ വേണ്ടി അവർ നടത്തിയ ഒരു പരീക്ഷണം മാത്രമായിരുന്നു അത്. അങ്ങനെ അവിടെ വിട്ട് ഓടിപ്പോയവരെല്ലാം പുറത്താക്കാനും അവിടെ നിന്നവർക്കെല്ലാം പ്രൊമോഷൻ കൊടുക്കാനും അവർ തീരുമാനിച്ചു. അങ്ങനെ ആ ഗ്രനേഡിന്റെ മുകളിൽ കിടന്ന എല്ലാവരും എഴുന്നേറ്റെങ്കിലും ഏറ്റവും അടിയിൽ കിടന്നവൻ മാത്രം എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല. അവൻ മരിച്ചുപോയി എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ ആ ബോംബ് പൊട്ടാതിരിക്കാൻ എല്ലാവരും കൂടി അവന്റെ ദേഹത്തേക്ക് വീണതും ശ്വാസം കിട്ടാതെ ബോധം പോയതായിരുന്നു അവന്. അങ്ങനെ അവന് ബോധം വന്ന സമയത്ത് എല്ലാവരും അവന്റെ അടുത്ത് നിൽക്കുന്നത് കണ്ടതും അവരെല്ലാവരും അവന്റെ കൂടെ മരിച്ചെന്നും എല്ലാവരും സ്വർഗത്തിലാണെന്നും അവൻ തെറ്റിദ്ധരിച്ചു. അങ്ങനെ അവർക്കാർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലായതും അവൻ ഒരുപാട് സന്തോഷമായി.